ഹലോ ഖത്തർ ഒമാൻ ബേസ്ഡ് ആയിട്ടുള്ള നിയോം ഇലക്ട്രിക് ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്കുള്ള സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റുഡൻസിനോട് ചോദിച്ചറിയാം അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂലേക്ക് പോകുന്ന ആൾക്കാരോട് നമുക്കൊന്ന് ചോദിക്കാം, കാൻഡിഡേറ്റ്സ് ഒന്ന് ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. അജ്മൽ ഫസ്റ്റ് ടൈം ആണോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? സെക്കൻഡ് റൗണ്ട് ആണല്ലേ. എവിടെ ഏത് കോഴ്സ് പഠിച്ചതാ? PD ഫാസ്റ്റ് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന രീതിയിൽ ഹൗ ദ എക്സ്പീരിയൻസ്? ടെൻഷൻ മാത്രമേ ഓക്കെ ബെറ്റർ ആണ്. ഇല്ല ജസ്റ്റ് ഇന്റർവ്യൂ ചെയ്തിട്ടേ ഉള്ളൂ. പേഴ്സണൽ ഇന്റർവ്യൂ ചെയ്ത് അവിടെ സെക്കൻഡ് റൗണ്ട് വെയിറ്റിംഗ് ആണ്. മുഹമ്മദ് എവിടെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞത്? DFM ഫിക്കോ ആണ് കഴിഞ്ഞത്. സോ ഇത് അതിനെപ്പോലെ തന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഫേസ് ടു ഫേസ് ഫസ്റ്റ് ടൈമാണ്. മുന്നേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കേ, ഫസ്റ്റ് റൗണ്ട് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആവുമെന്നുള്ളത്? സംശയം എങ്ങനെ? ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, സെക്കൻഡ് റൗണ്ട് എത്തിയപ്പോ ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ എന്താ നടന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ? അപ്പം സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് റൗണ്ട്. അപ്പം ഇനി ഇത് കഴിഞ്ഞ് പിന്നെ ഫോർവേഡ് ചെയ്തിട്ട് തേർഡ് റൗണ്ട് ഇപ്പോൾ ഉണ്ടാവും. ആ ഇന്റർവ്യൂവിനും കൂടി സക്സസ് ആയിക്കാൻ ഡയറക്റ്റ് ടു ഒമാൻ ഓർ ഖത്തർ. ഓക്കെ, എങ്ങനെയുണ്ടാവും? നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഇതുണ്ടാവും? പറ്റിയിരുന്നു. നല്ല ഇതായിരുന്നു. ഇത് ഒന്നാമത് ജിടെക്കിൻ്റെ വർക്ക് ചെയ്തതുകൊണ്ട് പഠിച്ചതുകൊണ്ട് എഡ്യൂക്കേഷൻസ് കൂടി 2-3 ടാലിൻ്റെ സോഫ്റ്റ്വെയറും പിന്നെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് എക്സാമും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ കുറച്ചും കൂടി നോളേജ് അറിയാൻ പറ്റുന്നത് ഈ GSTൻ്റെ കാര്യങ്ങളെല്ലാം ടാക്സസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇവിടുന്നാണ് ചെയ്തത്. അപ്പം വെൽ കോൺഫിഡൻ്റ് ആണല്ലേ? ഓക്കെ.